വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അടുത്ത ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് റെയിൽവേയുടെ ലെവൽ 1 RRC ലെവൽ 1 അഥവാ ഗ്രൂപ്പ് ഡി എന്നറിയപ്പെടുന്ന ആ ഒരു എക്സാം എന്ന് പറയുന്നത്, ആ ഒരു തസ്തികയിലേക്കുള്ള നിയമന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സിലബസ് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് റെയിൽവേ ലെവൽ 1 എക്സാം സിലബസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നത് ചിലപ്പോൾ തലതിരിഞ്ഞിട്ടായിരിക്കും. സോ പ്രധാനമായിട്ടുമുള്ള സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് മാത്തമാറ്റിക്സിൽ നിന്നും 25 ചോദ്യങ്ങൾ ആയിരിക്കും, റീസണിങ്ങിൽ നിന്നും 30, അതുപോലെ തന്നെ മാർക്ക് 30 ആയിരിക്കും. ദെൻ ജനറൽ അവയർനെസ്, കറന്റ് ഈവൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 20 മാർക്കിനും, അതുപോലെ തന്നെ ജനറൽ സയൻസിൽ നിന്നും 25, അങ്ങനെ ടോട്ടൽ 100 മാർക്കിനായിരിക്കും എക്സാം. 90 മിനിറ്റ്. മാത്തമാറ്റിക്സിൽ നിന്നുമുള്ള ടോപ്പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ സിസ്റ്റം, ബോർഡ്, മാസ് ഡെസിമൽ, ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൽജിബ്ര, ജിയോമെട്രി, ട്രിഗോണോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കറന്റ് ആൻഡ് ക്ലോക്ക്, പൈപ്പ് ആൻഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സിലബസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്ന് 30 ചോദ്യങ്ങൾ 30 മാർക്കിനുണ്ടായിരിക്കും. അതിൽ നിന്നും ഉള്ള ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊന്നും ഞാൻ ട്രേഡ് ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യില്ല, എനിക്ക് പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ടുള്ള റീസണിങ് എനിക്ക് പെട്ടെന്ന് സിലബസ് തന്നെ എനിക്ക് അത്ര ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് വായിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരാം. ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അഥവാ ബയോളജി 10th സ്റ്റാൻഡേർഡ് CBSE ആണ്. ഓക്കെ, ഇതിന് അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, കറണ്ട് അഫെയർ, അതുപോലെ തന്നെ കറണ്ട് അഫെയർ ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അതർ സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ്. ഇങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ നിന്ന് മാത്സും അതുപോലെ തന്നെ ജനറൽ റീസണിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് തന്നെയാണ്. അപ്പം ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രിന്റ് ഒക്കെ ചെയ്ത് നമ്മൾ അതിന്റെ ഒരു രീതിയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരുപാട് പേര് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ളതായിട്ടൊക്കെ അറിയുന്നു. കാരണം ഇനി അടുത്ത വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡിയിലെ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കൊക്കെ IT മസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി നല്ലതാണത്. അതുപോലെ തന്നെ 10ാം ക്ലാസ് മാത്രമുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. അത്തരത്തിലുള്ളവരും പ്രിപ്പറേഷൻ ഒന്നും അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യേണ്ട. അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഒരു എക്സാം കൂടിയാണ് ഈ ലെവൽ 1 എക്സാം എന്ന് പറയുന്നത്.